സ്വാഗതം ടോപ് 10ലേക്ക്. കോടതി ഇടപെടലിലൂടെ ശ്രദ്ധേയമായൊരു കേസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് ആവശ്യമായ സമയവും കൊടുത്തു. പോറ്റിയും ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരും ഒക്കെ കുടുങ്ങി. പക്ഷേ പത്മകുമാറിലെത്തിയപ്പോൾ അന്വേഷണം നിലച്ചു. ഇനി മുന്നോട്ടില്ലേ? ഈ സംശയം പ്രതിപക്ഷമടക്കം പലരും ഉന്നയിച്ചു. ഇന്ന് ഇതേ കാര്യം ഹൈക്കോടതിയും ചോദിച്ചു. അയ്യപ്പ ഭക്തരുടെയും ചോദ്യം അതാണ്. അന്ന് ബോർഡിലുണ്ടായിരുന്നവരെ എന്തിനൊഴിവാക്കി? അവിടെയും തീരുന്നില്ല, ഇനിയും ചെന്നെത്താനുണ്ട് കൂടുതൽ ഉന്നതങ്ങളിലേക്ക്. കേസന്വേഷണത്തിൽ ഇഡി കൂടെ എത്തുമ്പോൾ ചെമ്പ് തെളിയും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വിമർശനം. അന്വേഷണം പത്മകുമാറിൽ ഒതുങ്ങിയോ എന്ന് ഹൈക്കോടതി. ബോർഡിലെ മറ്റംഗങ്ങളെയും പിടിക്കേണ്ടതല്ലേ എന്ന ചോദ്യം. പ്രതികളായ N. വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വർണ്ണക്കൊള്ള ഇഡിയും അന്വേഷിക്കും. മുഴുവൻ രേഖകളും കൈമാറണമെന്ന കൊല്ലം വിജിലൻസ് കോടതി. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനും അറസ്റ്റിൽ. സംസ്ഥാനത്ത് SIRലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി. സാങ്കേതിക കാരണങ്ങളാൽ റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല സമ്മതിദാനാവകാശമെന്നും പിണറായി വിജയൻ. VB ജിറാംജി ബിൽ രാജ്യസഭ പാസാക്കി. ബില്ല് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക്. നിയമത്തിലെ വ്യവസ്ഥകളിൽ ആശങ്കയുണ്ടെന്ന് കേരളം. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് തിരിച്ചടി. തുടർ നടപടി തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇഡിക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും നിർദ്ദേശം. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണം. സസ്പെൻഷൻ മാത്രം പോരാ, കേസെടുക്കണമെന്ന മർദ്ദനമേറ്റ കുടുംബം. മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് യുവതി കോടതിയെ സമീപിച്ചു. ഹർജി ജനുവരി 17 പരിഗണിക്കും. പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ. വിവാദ പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ U-ടേൺ. കൂടുതൽ കേസുകൾ എടുക്കേണ്ട എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ ADGP. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് മെറ്റയ്ക്കും യൂട്യൂബിനും അയക്കില്ല. കേസ് എടുക്കേണ്ട എന്ന തീരുമാനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. സുവർണ ചകോരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന ചിത്രത്തിന്. രജത ചകോരം ബിഫോർ ദ ബോഡിയുടെ സംവിധായകർക്ക്. മികച്ച സിനിമ ഖിഡ്കി ഗാവ്. ജനപ്രിയ ചിത്രം തന്തപ്പേര്. മികച്ച മലയാള നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. 19 സിനിമകളെ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടിയാക്രമിച്ച കേസിൽ 2ാം പ്രതി മാർട്ടിൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ അതിജീവിത. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന കുറിപ്പുമായി നടി. ഇരയോ അതിജീവിതയോ അല്ല, ഒരു സാധാരണ മനുഷ്യജീവി മാത്രമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ്. ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 232 റൺസ് വിജയലക്ഷ്യം. ജയിച്ചാൽ പരമ്പര ഇന്ത്യയ്ക്ക്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻസ് കിരീടം കണ്ണൂർ വാരിയേഴ്സിന്. ഫൈനലിൽ തൃശൂർ മാജിക് FCയെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത ഒരു ഗോളിന്. പാലക്കാട്ടെ അട്ടപ്പള്ളത്ത് കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി രാമനാരായൺ ഭയ്യാറിന് ക്രൂരമർദ്ദനമേറ്റെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിൽ തലയിൽ രക്തസ്രാവമുണ്ടായി. തല മുതൽ കാൽപാദം വരെ 40-ലധികം മുറിവുകൾ. നാട്ടുകാരായ 5 പേർ അറസ്റ്റിൽ. മർദ്ദിച്ചത് കള്ളനെന്നാരോപിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. ഉൾക്കാഴ്ചയിലെ വിജയവഴിയിൽ ഗീത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഹൈക്കോടതി. അന്വേഷണം പത്മകുമാറിൽ ഒതുങ്ങിയോ എന്നും ബോർഡിലെ മറ്റംഗങ്ങളെയും പിടിക്കേണ്ടതല്ലേ എന്നുമായിരുന്നു SITയോടുള്ള ചോദ്യം. കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഗുരുതര പരാമർശങ്ങൾ കോടതി ഇന്ന് നടത്തിയത്.
ജാമ്യാപേക്ഷ തള്ളിയതോടെ എൻ വാസുവും മുരാരി ബാബുവും KS ബൈജുവും ഒക്കെ ജയിലിൽ തുടരും. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എൻ വാസു അടക്കമുള്ളവരുടെ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. SIT അന്വേഷണം കുറച്ചുകൂടി വേഗത്തിലാക്കണമെന്നും പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ സംരക്ഷിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ഇരുന്നപ്പോൾ മറ്റംഗങ്ങളായി ശങ്കർദാസും വിജയകുമാറും ഉണ്ടായിരുന്നില്ലേ? ഇവർക്കും ഈ കൊള്ളയിൽ കൂട്ടുത്തരവാദിത്തമില്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. അന്വേഷണം ഉന്നതരിലേക്ക് എത്തിക്കുവാൻ SIT മടിക്കുന്നത് എന്തിനെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. കേസ് അന്വേഷണത്തിൽ മെല്ലെപ്പൊക്ക് നടത്തി അലംഭാവം കാണിക്കരുതെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ SITക്ക് മുന്നറിയിപ്പ് നൽകി. അന്വേഷണം വൻ സ്രാവുകളിലേക്ക് ഉടനെ നീങ്ങിയില്ലെങ്കിൽ പ്രബലന്മാർ തെളിവ് നശിപ്പിക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. മുൻ ബോർഡംഗം ശങ്കർദാസിന്റെ മകൻ മുതിർന്ന IPS ഓഫീസറാണ് എന്നതും SITക്ക് പ്രതിസന്ധിയായേക്കാം. എന്നാൽ തന്നെയും SIT അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കൃത്യമായ നിരീക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമായതിനാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് SITക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയില്ല. പ്രബലരായ ഭരണകക്ഷി ബന്ധമുള്ള പ്രതികൾക്ക് ഈ സമയത്ത് ജാമ്യം നൽകിയാൽ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുത്തത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ഗോവർദ്ധനാണ് ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം വാങ്ങിയത്. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. വേർതിരിച്ച സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തു എന്നാണ് SIT കണ്ടെത്തൽ. ബെല്ലാരിയിൽ നടന്ന തെളിവെടുപ്പിൽ 800 ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വഴി പങ്കജ് ഭണ്ഡാരിയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ച ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. സമാന്തര അന്വേഷണം SIT എതിർത്തിരുന്നു. പക്ഷേ അവരുടെ വാദം കോടതി തള്ളിയിരിക്കുകയാണ്. കേസിന്റെ മുഴുവൻ രേഖകളും EDക്ക് കൈമാറുന്നതോടെ കേസിന്റെ ഗതി ഇനി എങ്ങോട്ടാണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ ആദ്യം മുതൽ തന്നെ EDക്ക് മുന്നിൽ തടസ്സങ്ങളായിരുന്നു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെയും തുടർന്ന് കേരള ഹൈക്കോടതിയെയും ED സമീപിച്ചു. എന്നാൽ ഹൈക്കോടതി അനുമതിയോടെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയെ SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ എതിർത്തു. ഒടുവിൽ അപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസെടുത്ത് അന്വേഷണം നടത്താൻ EDക്ക് മുഴുവൻ രേഖകളും നൽകണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടു. FIR, റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ SIT EDക്ക് കൈമാറണം. ED അന്വേഷണം SIT അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇവയെല്ലാം കോടതി പൂർണ്ണമായും തള്ളി. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിലൂടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ED കോടതിയെ അറിയിച്ചു. രേഖകൾ എത്രയും വേഗം കൈപ്പറ്റി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനാണ് ED നീക്കം. എന്നാൽ ED അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക. SIT അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താത്തതിൽ വലിയ ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിലാണ് ED അന്വേഷണം ആരംഭിക്കുന്നത്. അതേസമയം കേസിലെ പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ജനുവരി 1 വരെ KS ബൈജുവിന്റെ റിമാൻഡ് നീട്ടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് മന്ത്രി P രാജീവ് പറയുന്നത്. SITയുടെ പ്രവർത്തനത്തിന് സർക്കാർ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. SITയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും നൽകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിക്ക് അതിന് വിമർശിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം, നല്ല അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാതും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിലാണ് ഈ കേസ് കയറി മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. വിമർശനം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ വിശ്വാസമില്ലെന്നും നീതിപൂർവമായ അന്വേഷണം നടന്നാൽ മുൻ ദേവസ്വം മന്ത്രിയിലേക്കും അതിനു മുകളിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. SITയുടെ മീതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി
എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുക. കാരണം പ്രധാനപ്പെട്ട ആളുകളെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല എന്നാണ്. അതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാകുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം പേർ പുറത്താണ്. അതിൽ മരിച്ചവർ, സ്ഥിരമായി സ്ഥലം മാറിയവർ, ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാകാത്തവർ ഒക്കെയുണ്ട്. പക്ഷേ അതല്ലാതെ മറ്റുള്ളവർ എന്നൊരു വിഭാഗമുണ്ട്. ആ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് അപാധകൾ നിറഞ്ഞ പട്ടികയാണ് തയ്യാറാകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമുന്നയിച്ചു. ഒന്നും നടന്നില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ജി തൊഴിലുറപ്പ് ബില്ല് ശബ്ദ വോട്ടോടെ 2 സഭകളിലും പാസാക്കിയിരിക്കുകയാണ് കേന്ദ്രം. ബില്ല് ഇനി രാഷ്ട്രപതിക്ക് മുന്നിലേക്കെത്തും. ബില്ലിൽ ഒപ്പിടുന്നതോടെ നിയമവുമാകും. കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പുതിയ ബില്ല് പിൻവലിക്കേണ്ടി വരുമെന്ന് വെല്ലുവിളിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിഷേധവും പ്രക്ഷുബ്ധ സാഹചര്യവും ഒക്കെ ഉണ്ടായെങ്കിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ബില്ലിൽ സർക്കാർ ഉദ്ദേശിച്ച ഇടത്തു തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. The question is that the bill be passed. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The bill is passed. ലോക്സഭയിലെ പോലെ അതിരൂക്ഷ വിമർശനമാണ് രാജ്യസഭയിലും ബില്ലിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. തൊഴിലാളികളെ കൂടുതൽ ദുർബലപ്പെടുത്താനാണ് നീക്കമെന്നും അവരെ അടിമകളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഗരീബ് ലോഗോं को कमजोर करना, उनको एक कुचल देना और उनको स्लेवरी में डालना. മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ സഭയിൽ ഭരണപക്ഷം റാം വിളികളുമായി രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഇല്ലാതാക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം പ്രതിപക്ഷ പ്രതിഷേധവും തള്ളിയാണ് ബിൽ പാസാക്കിയത്. ബില്ലിൽ ഇനി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം ജി നിയമം പ്രാബല്യത്തിൽ വരും. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ കണ്ട സമ്മേളനകാലം തീർന്നു. ശൈത്യകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജി അടക്കം നിർണായക ബില്ലുകളാണ് ഈ കാലയളവിൽ പാസാക്കിയത്. കേരളത്തിലെ 3 MP ഉൾപ്പെടെ 8 പേർക്കെതിരെ അവകാശ ലംഘനത്തിന് ഭരണപക്ഷം നോട്ടീസ് നൽകിയതും കണ്ടു. ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമായ പ്രതിഷേധവും കണ്ട് ശൈത്യകാല സമ്മേളനത്തിനാണ് അവസാനമായത്. 15 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ 8 സുപ്രധാന ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിച്ചത്. ഇതിലേറ്റവും നിർണായകമായ ജി ബിൽ, ശാന്തി ബിൽ, ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബിൽ എന്നിവ പാർലമെന്റ് പാസാക്കി. ലോക്സഭയിൽ 111%, രാജ്യസഭയിൽ 121%മാണ് പ്രവർത്തന കാര്യക്ഷമത. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സഭാ നടപടികൾ മുന്നോട്ടു പോയി എന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും വ്യക്തമാക്കിയത്. സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രധാനമന്ത്രിയും സഭയിലെത്തി. സമ്മേളനം പിരിഞ്ഞതിന് പിന്നാലെ ലോക്സഭാ സ്പീക്കർ നേതാക്കൾക്ക് വേണ്ടി ചായ സൽക്കാരവും ഒരുക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതേസമയം ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലെ പ്രതിപക്ഷ നിലപാടുകളെ രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ വിമർശിച്ചിട്ടുണ്ട്. മന്ത്രിമാർ സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതും പ്രതിഷേധിച്ചതും ദൗർഭാഗ്യകരമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നേതാക്കൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Unbecoming of members of parliament, I earnestly hope that the honorable members would introspect and not repeat such unruly behavior in the future. സഭാ സമ്മേളനം അവസാനിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലിന്മേലുള്ള പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജി ബില്ലിനെതിരെ കർഷക സംഘടനകൾ ശക്തമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർലമെന്റ് പാസാക്കിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിലെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു.
നിയമത്തിലെ പല വ്യവസ്ഥകളും അതീവ ആശങ്കയുണ്ടാക്കുന്നവയാണെന്നും സംസ്ഥാനങ്ങളുടെ പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വിശദീകരിച്ചുകൊണ്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. നിലവിലെ പദ്ധതി പ്രകാരം കൂലി ഇനത്തിലെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. എന്നാൽ പുതിയ ബില്ലിൽ കൂലി ഇനത്തിലുള്ള കേന്ദ്രവിഹിതം 60% കുറയ്ക്കുന്നുണ്ട്. ഇതിലൂടെ കേരളത്തിന് മാത്രം പ്രതിവർഷം ഏകദേശം 3500 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാകും. മഹാത്മാഗാന്ധിയുടെ പേര് ഇത്തരമൊരു പദ്ധതിയുമായി തുടർന്നും ബന്ധിപ്പിക്കണമെന്നാണ് കേരള സർക്കാരിന്റെ ശക്തമായ അഭിപ്രായമെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിച്ചു. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും തിരിച്ചടി. ഇ.ഡി. നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇ.ഡിക്ക് നോട്ടീസിലെ നടപടി തുടരാം. ഇ.ഡി നൽകിയ അപ്പീൽ ഹർജിയിലാണ് നിർണായക ഉത്തരവ്. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്ന് സ്റ്റേ മേടിച്ച ഹർജികളുടെ ഭാവി എന്താകും? അതാണ് ഇനി അറിയാനുള്ളത്. ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ് ഇ.ഡി ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചത്. സിംഗിൾ ബെഞ്ച് ഇത് പരിഗണിച്ചപ്പോൾ താൽക്കാലികമായ സ്റ്റേ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇ.ഡി പറയുന്നത് ഈ മസാല ബോണ്ടിന്റെ രീതിയിൽ ഇവർ വിദേശത്ത് നിന്നും കൊണ്ടുവന്ന ഫണ്ട്, ആ പൈസ നിയമപ്രകാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുവിലാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവർ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഇ.ഡിയുടെ ആരോപണം. അതിനകത്ത് ഇ.ഡി വ്യക്തമായ കുറെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് സിംഗിൾ ബെഞ്ച് ഈ ഇ.ഡിയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് നോട്ടീസ് സ്റ്റേ ചെയ്തെങ്കിലും ഡിവിഷൻ ബെഞ്ച് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കിഫ്ബി സിംഗിൾ ബെഞ്ചിന് കൊടുത്ത സ്റ്റേ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇന്ന് മുഖ്യമന്ത്രി മേടിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള ഈ സ്റ്റേ ഉത്തരവുകളെല്ലാം നാളെ ഡിവിഷൻ ബെഞ്ചിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇ.ഡിക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോവാം. ഇത് വലിയൊരു പ്രത്യാഘാതമാണ്. കാരണം സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ട് തന്നെ തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇ.ഡി ഈ ഒരു ഡിവിഷൻ ബെഞ്ചിൽ നിന്നും, അതായത് ഒരു കൂടുതൽ അധികാരമുള്ള ഒരു ബെഞ്ചിൽ നിന്നും ഇ.ഡി ഒരു ഇത് മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിംഗിൾ ബെഞ്ചിന് പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തുടർ നടപടികളുമായിട്ട് ഇ.ഡി മുന്നോട്ട് പോയാൽ ഇ.ഡിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വത്തുക്കളൊക്കെ മരവിപ്പിക്കാനുള്ള അധികാരം വരെയുണ്ട്. അങ്ങനത്തെ ഒരു വലിയൊരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ആദ്യത്തെ കിഫ്ബിക്ക് കിട്ടിയ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ.ഡിക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോവാം. ശരി രാജേഷ്, മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും തിരിച്ചടി വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു അഡ്വക്കേറ്റ് രാജേഷ്. വെള്ളത്തിന് പകരമാകില്ല മദ്യം. പരിസ്ഥിതിയും കുടിവെള്ളവും സംബന്ധിച്ച ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുക തന്നെ വേണം. അതിനാൽ എലപ്പുള്ളി ബ്രൂവറിക്കായുള്ള പ്രാഥമിക അനുമതി റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. പ്രതിഷേധ ശബ്ദങ്ങളെ അവഗണിച്ച് എടുത്തുചാടി അനുമതി നൽകിയ സർക്കാരിന് ഇത് തിരിച്ചടിയാണ്. അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ വിശദമായ പഠനം നടത്തി സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കുന്നു. സ്വകാര്യ കമ്പനിയായ ഒയാസിസിന് ഏലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാൻ അനുമതി നൽകിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ പ്രാഥമിക അനുമതി റദ്ദാക്കിയത്. പ്രദേശത്തെ ശുദ്ധജലക്ഷാമം ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളും പ്രതിപക്ഷവും തുടക്കം മുതലേ എതിർത്തെങ്കിലും അതെല്ലാം അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ്. ആദ്യം അനുമതി നൽകിയ വാട്ടർ അതോറിറ്റി പിന്നീട് പഠനങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ തിരുത്തി പറഞ്ഞതും സർക്കാരിന് വിനയായി. പ്രദേശവാസികളും പരിസ്ഥിതി സംഘടനകളും നൽകിയ ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രദേശത്ത് വേണ്ടത്ര പഠനം നടത്താതെ കമ്പനിക്ക് വെള്ളമൂറ്റാൻ പ്രാഥമികാനുമതി നൽകിയത് ചട്ടലംഘനമാണെന്ന് കോടതി കണ്ടെത്തി. വിശദമായ പഠനങ്ങൾക്ക് ശേഷം പരിസ്ഥിതിക്ക് ദോഷം വരില്ല എന്ന വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് പരിഗണിച്ചു വേണം ചട്ടപ്രകാരം അനുമതി നൽകാനെന്ന് കോടതി വ്യക്തമാക്കി. ഇനിയും കമ്പനി അപേക്ഷ നൽകിയാൽ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ച് ബ്രൂവറിക്ക് അനുമതി നൽകുന്നതിന് കോടതി ഉത്തരവ് തടസ്സമല്ല. വേനൽക്കാലത്ത് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്തിടത്ത് സ്വകാര്യ കമ്പനി വന്ന് വെള്ളമൂറ്റിയാൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പൊതു താൽപര്യ ഹർജികൾ. അമൃത ന്യൂസ്, കൊച്ചി. ബ്രൂവറി കേസിലെ ഹൈക്കോടതി വിധി സർക്കാരിനുള്ള തിരിച്ചടിയെന്നാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ബ്രൂവറി വിഷയത്തിലെ ഹൈക്കോടതി വിധിയെ ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. കാരണം ബ്രൂവറിക്കെതിരായിട്ട്, എലപ്പുള്ളി ബ്രൂവറിക്കെതിരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്
ഹൈക്കോടതി അനുമതി റദ്ദാക്കിയത്. അതിനകത്ത് സുതാര്യതയില്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, ഒരു പഠനവും നടത്താതെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എക്സൈസ് മന്ത്രിയുടെ കറുത്ത കരങ്ങൾ ഈ എലപ്പള്ളി ബ്രൂവറിക്ക് പുറകിലുണ്ട്. ഈ സർക്കാരിൻ്റെ കറുത്ത കരങ്ങളുണ്ട്. അത് അഴിമതിയായിരുന്നു. എലപ്പള്ളിയിൽ കുടിവെള്ളത്തിന് ജനങ്ങൾ കേഴുന്ന സ്ഥലമാണ്. രണ്ടാം കൃഷി ചെയ്യുന്നില്ല. എന്താ കാര്യം? വെള്ളമില്ല. ഇത്രയും കൂടുതൽ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജനത അവരുടെ സ്ഥലത്താണ് ബ്രൂവറിയും ഡിസ്റ്ററിയും ബോട്ടിലിംഗ് പ്ലാന്റും ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവും ഉൽപ്പാദിപ്പിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിനെതിരെയുള്ള കോടതിയുടെ ശക്തമായ തിരിച്ചടിയാണ്. സർക്കാർ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കണം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. എന്നാൽ സസ്പെൻഷൻ മാത്രം പോരാ എന്നാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പ്രതാപചന്ദ്രനെതിരെ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട യുവതി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കാൻ ഹർജി ജനുവരി 17 പരിഗണിക്കും. 2024 കൊച്ചി സ്വദേശിയായ ഷൈമോളെ SHO പ്രതാപ് ചന്ദ്രൻ സ്റ്റേഷനിൽ വെച്ച് മുഖത്തടിച്ചത്. 1.5 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ഷൈമോൾക്കും ഭർത്താവ് ബെഞ്ചോയ്ക്കും ലഭിച്ചത്. എറണാകുളം നോർത്തിൽ നടന്ന ഒരു സംഭവത്തിലെ പ്രതികളെ പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ബെഞ്ചോയെ പോലീസ് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇത് അന്വേഷിക്കാനാണ് ഗർഭിണി കൂടിയായിരുന്ന ഷൈമോൾ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് നടന്ന വാക്കുതർക്കത്തിനിടെയാണ് SHO പ്രതാപചന്ദ്രൻ ഷൈമോളുടെ മുഖത്തടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഷൈമോളും ബെഞ്ചോയും വ്യക്തമാക്കി. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ചെക്കപ്പിന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. എനിക്ക് ഒരു മാനസിക പരിഗണന അവിടെ നിന്ന് കിട്ടാതെ എന്നെ നല്ലപോലെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ പ്രശ്നം നടന്നതിന് ശേഷം നമ്മളെ നെഗോഷ്യബിൾ ചെയ്യാൻ നോക്കി, നമ്മളെ ഭീഷണിപ്പെടുത്തി നോക്കി. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പേരിൽ FIR ഇട്ടത്. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ല അനുഭവിക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി കോടതി വഴിക്ക് തന്നെ. അതിനിടെ ഷൈമോളെ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് സ്റ്റേഷനിലെ വാതിൽ ഷൈമോൾ തകർത്തെന്ന വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബെഞ്ചോയ്ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ അഭിഭാഷകർക്ക് നേരെയും പ്രതാപചന്ദ്രൻ ആക്രോശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്ത്രീക്ക് അർഹമായ കോമ്പൻസേഷനും മറ്റും നൽകാനായിട്ട് യശശരീരനായ ശ്രീ BA ആളൂര് നടത്തിയിരുന്ന ഒരു കേസ്, തുടർന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവരെന്നെ സമീപിക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് പ്രതിയായ CI പ്രതാപ് ചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. SHOയ്ക്കെതിരെ വിവിധ തരത്തിലുള്ള പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അധികം ആരും കേൾക്കാത്ത ആ പാരഡി പാട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെ പാടി നടക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ ആകാം പാട്ടിൽ തോറ്റ സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവാകാം കേസെടുക്കാനുള്ള നിലപാടിലെ യൂട്ടേൺ. പാരഡി ഗാനത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾ വേണ്ട എന്നാണ് പുതിയ തീരുമാനം. പാരഡി ഗാനത്തിന്റെ പേരിൽ ഇനി പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യില്ല. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഗാനം നീക്കം ചെയ്യില്ല. ഇക്കാര്യം വ്യക്തമാക്കി ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം കൈമാറി. നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പാരഡി ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റണമെന്ന നിലപാടിനെതിരെയും ഗാനത്തിനെതിരെ കേസെടുത്തതിലും പാർട്ടിക്ക് ഉള്ളിലും പുറത്തും പ്രതിഷേധമുയർന്നിരുന്നു. ഒരു പാട്ട് പോലും സഹിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എതിർപ്പുകളെ നേരിടുന്നത് അസഹിഷ്ണുതയോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ നിയമപരമായും
രാഷ്ട്രീയമായി ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. പാരഡി ഗാനങ്ങൾ ആദ്യമായല്ല കേരളത്തിൽ പാടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വർണം കട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ട് പാടിയതിനെതിരെ കേസ് കൊടുക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്? സ്വർണം കട്ടവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തവരാണ് പാട്ടെഴുതിയതിനെ പറ്റി കോടതി കേസ് കൊടുക്കാൻ പോകുന്നത്. പാട്ട് പാടി ഈ ഗവൺമെന്റ് ഞങ്ങൾ താഴെ ഇറക്കും. പാട്ട് നിരോധിച്ചാൽ നിരോധിക്കുന്നവരുടെ വീട്ടിൽ പോയി പാട്ട് പാടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പറഞ്ഞു. വിവാദങ്ങൾക്കിടയിൽ മികച്ച പാരഡി ഗാനത്തിന് കോൺഗ്രസ് അവാർഡും പ്രഖ്യാപിച്ചു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ പേരിലാണ് പുരസ്കാരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല തങ്ങളുടേത് എന്ന നിലപാടിലാണ് CPM. പാട്ടിനെതിരെ പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോറ്റിയെ കേറ്റി എന്ന പാരഡിപ്പാട്ട് വിവാദത്തോട് അനുകൂലിച്ച എല്ലാവർക്കും നന്ദിയെന്ന് പ്രൊഡ്യൂസർ സുബൈർ പന്തല്ലൂർ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതുകൊണ്ടാവും ഇത് പിൻവലിച്ചത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസികൾക്ക് വിടപ്പെട്ടു എന്ന് 1% പോലും ഒരു സന്ദർഭത്തിലും തോന്നിയിട്ടില്ല. ഒക്ടോബർ 29-നാണ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത്. 29-ന് ശേഷം ഏകദേശം 1.5 മാസത്തിന് ശേഷം മാത്രമാണ് ഈ വിവാദമായി മാറുന്നത്. എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മതവികാരം വിടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ മതനിന്ദ നടത്തിയെന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല. മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രമായ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് സ്വന്തമാക്കി. അർജന്റീനിയൻ ചിത്രമായ ബിഫോർ ദി ബോഡിയിലൂടെ മികച്ച സംവിധായകനുള്ള രജത ചകോരം കരീനിയ പിയാസയും ലൂസിയ ബ്രസീലിസും നേടി. മികച്ച സിനിമയായി സഞ്ജു സുരേന്ദ്രന്റെ ഖിഡ്കി ഗാവും ജനപ്രിയ ചിത്രമായി തന്തപ്പേരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ റസാഖാണ് മികച്ച മലയാള നവാഗത സംവിധായകൻ. 8 ദിവസം നീണ്ടുനിന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല വീണു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഇക്കുറി സ്വന്തമാക്കിയത് ജാപ്പനീസ് ചിത്രമായ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് ആണ്. 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും അവർക്കിടയിലെ വൈകാരിക ബന്ധത്തിന്റെ ആഴവും പ്രമേയമാക്കി ഷോമിയാക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം മേളയിലും ഏറെ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസ്കി അവാർഡ് സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഖിഡ്കി ഗാവ് സ്വന്തമാക്കി. മികച്ച സംവിധായകനുള്ള രജത ചകോരം അർജന്റീനിയൻ ചിത്രമായ ബിഫോർ ദി ബോഡിയിലൂടെ കരീന പിയാസയും ലൂസിയ ബ്രസീലിസും നേടി. ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹമായി. പ്രേക്ഷക പ്രീതി ആർജിച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ അവാർഡും തന്തപ്പേര് തന്നെ സ്വന്തമാക്കി. മലയാള സിനിമയിലെ മികച്ച നവാഗത സംവിധായകനായി ഫിപ്രസ്കി അവാർഡ് ഫാസിൽ റസാഖ് സ്വന്തമാക്കി. നെറ്റ്പാക് പുരസ്കാരങ്ങളിൽ മികച്ച ഏഷ്യൻ സിനിമയായി സിനിമ ജസീറ തെരഞ്ഞെടുക്കപ്പെട്ടു. സാങ്കേതിക മികവിനായി ബ്ലാക്ക് റാബിറ്റ്, വൈറ്റ് റാബിറ്റ് പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായപ്പോൾ അഭിനയ മികവിനായി ഷാഡോ ബോക്സ് എന്ന ചിത്രത്തിന്റെ പ്രകടനത്തിന് തിലോത്തമ ഷമയ്ക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി IFFK സമാപന വേദിയിൽ മുഖ്യമന്ത്രി. മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറി അസാധാരണമായ പ്രതിസന്ധി കേരള സർക്കാർ സൃഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ലോക സിനിമയെക്കുറിച്ചുള്ള കേന്ദ്രഭരണ സംവിധാനങ്ങളുടെ അജ്ഞതയാണ് ഇതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി സഹിച്ച് മടുത്തിട്ടാകാം
അപകീർത്തികരമായ പ്രചാരണങ്ങൾക്കെതിരെ വൈകാരികമായി പ്രതികരിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി. ഇരയോ അതിജീവിതയോ അല്ല, സാധാരണ മനുഷ്യജീവി മാത്രം. ഞാൻ ജീവിച്ചോട്ടെ എന്ന വാക്കുകൾ സമൂഹ മനസാക്ഷിയോടാണ്. തനിക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടതും നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ടതുമാണ് താൻ ചെയ്ത തെറ്റെന്ന് അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രണ്ടാം പ്രതി മാർട്ടിൻ പങ്കുവച്ച വീഡിയോക്കെതിരെയും കുറിപ്പിൽ പരാമർശമുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെയാണ് വൈകാരിക പ്രതികരണവുമായി അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് നടി കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഒരു അക്രമം നടന്നപ്പോൾ ഉടൻ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്നും സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ഒന്നും പറയാതെ ഇരിക്കണമായിരുന്നുവെന്നും അതിജീവിത കുറിച്ചു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. രണ്ടാം പ്രതി ഒരു വീഡിയോ എടുത്തത് കണ്ടു, അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നും നടി കുറിപ്പിൽ പറയുന്നു. ഇരയല്ല, അതിജീവിതയുമല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം, ജീവിക്കാൻ അനുവദിക്കൂ എന്ന് എഴുതിയാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നടിയുടെ ഈ കുറിപ്പ് വൈറലാവുകയാണ്. അതിനിടെ കേസിലെ വിചാരണ കോടതി വിധി സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നാവശ്യപ്പെട്ട് 5ഉം 6ഉം പ്രതികളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവർ അപ്പീൽ നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബി അജയകുമാർ. കേസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി അന്തിമമല്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന വ്യാപക സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട ജഡ്ജ്മെൻറ്റിന് ഒരു വാട്ടുപാട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിൽ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അതുപോലെ തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിന് എന്ന തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നതും ഈ വിധിയെ വ്യാഖ്യാനിച്ച് അവരേതോ വലിയ കുറ്റം ചെയ്തു എന്ന ഒരു വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുന്നതും വളരെ തെറ്റാണ്. ദയവായി കേരള സമൂഹം അതിന് ചെവി കൊടുക്കരുത്. അത് സത്യം എന്നായിരുന്നാലും പുറത്തു വരും. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവരെ സംരക്ഷിക്കുമെന്നും IFFKയുടെ സമാപന വേദിയിൽ മന്ത്രി വ്യക്തമാക്കി. ആരോടൊപ്പമാണ് എന്ന ചോദ്യം എപ്പോഴും നിരന്തരം ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിജീവിതയോടൊപ്പമാണ് ഈ ഗവൺമെന്റ്. ആ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ മറവിൽ വീണ്ടും വീണ്ടും കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീരത്നങ്ങളെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാഗ്യലക്ഷ്മിക്ക് നേരെ ആസിഡ് ആക്രമണ ഭീഷണി. ഇന്ന് ഉച്ചയോടെയാണ് ഫോൺ കോളിലൂടെ ഭീഷണി സന്ദേശം എത്തിയത്. ദിലീപിനെതിരെ നിലപാട് തുടർന്നാൽ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നായിരുന്നു ഭീഷണി. തനിക്ക് നേരെ സമൂഹമാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത് സൈബർ കൊട്ടേഷനാണോ എന്ന് സംശയിക്കുന്നതായി ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പേടിച്ച് വീട്ടിലിരിക്കില്ല എന്നും അവർ വ്യക്തമാക്കി. സൈബർ പോലീസിൽ പരാതി നൽകി.